ഓക്കെ ഗൈസ്, വൺ പ്ലസിന്റെ ഐക്യുവിന്റെ സാംസങ്ങിന്റെ ഒക്കെ കുറച്ച് കിടിലൻ ഫോണുകൾ ഈ വരുന്ന ഏപ്രിൽ മാസത്തിൽ ലോഞ്ച് ആവുന്നുണ്ട്. ഐ എം സോ എക്സൈറ്റഡ് ബിക്കോസ് ഈ പറഞ്ഞ എല്ലാം തന്നെ നല്ല ബഡ്ജറ്റിലും മിഡ് റേഞ്ചിലും ഫ്ലാഗ്ഷിപ്പിലും ആയിട്ട് നല്ല കിടിലൻ വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഫോണുകളാണ് വരാൻ പോകുന്നത്. അതിന്റെ എല്ലാത്തിന്റെ ഡീറ്റെയിൽസ് വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിനു മുന്നായിട്ട് ഇതുപോലുള്ള കിടിലൻ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തുതരാം. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഐക്യുവിൽ നിന്ന് ഒരു Z10X എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൺ ലോഞ്ച് ആവുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസുകൾ ഇതൊക്കെയാണ്. 6.7 ഇഞ്ചിന്റെ IPS പ്ലസ് LCD 120 ഹെർട്സിന്റെ ഡിസ്പ്ലേ ആണ് ഇതിൽ വരാൻ പോകുന്നത്. മീഡിയടെക്കിന്റെ ഡയമൻസിറ്റി 7300 ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ചിപ്പ് സെറ്റ്. കൂടാതെ 6GB 128GB 8GB 128GB ഇതിന്റെ സ്റ്റോറേജ് വേരിയൻസ് വരുന്നത്. കൂടാതെ 50+2 മെഗാപിക്സലിന്റെ ഒരു ക്യാമറയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി ആണെങ്കിൽ 6500 mAh അല്ലെങ്കിൽ 7300 mAh ആയിരിക്കും വരാനുള്ള സാധ്യത. കൂടാതെ 44 വാട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജർ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിന്റെ പ്രത്യേകത ഇത് അണ്ടർ 50,000 താഴെ ആയിരിക്കും വരാൻ പോകുന്നത്. അടുത്താണ് ഗൈസ് നമ്മുടെ വൺ പ്ലസിന്റെ ഫോണാണ്. OnePlus 30 mini അല്ലെങ്കിൽ 13T ആണ് വരാൻ പോകുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായിട്ട് നമ്മൾ അതിന്റെ സൂചനകളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. സോ അത് ഏതാണ്ട് ഈ ഏപ്രിൽ ലാസ്റ്റ് വീക്കിലോട്ട് ഓൾമോസ്റ്റ് ലോഞ്ച് ആവുന്നുള്ള റിപ്പോർട്ടുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ നമുക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. 6.3 ഇഞ്ച് വരുന്ന 1.5K റെസൊല്യൂഷൻ വരുന്ന ഒരു AMOLED 120 Hz ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുക്കാൻ പോകുന്നത്. സ്നാപ്ഡ്രാഗന്റെ 8 Elite ആയിരിക്കും ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്ന ചിപ്സെറ്റ്. കൂടാതെ 50+8 മെഗാപിക്സലിന്റെ 3 ക്യാമറയും 6000 mAh ബാറ്ററിയും 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജുമാണ് ഇതിൽ കൊടുക്കാൻ സാധ്യതയുള്ളത്. ഇതിന്റെ എക്സ്പെക്ടഡ് പ്രൈസ് വരുന്നത് 50,000 to 60,000 ഇടയിലായിരിക്കും. സോ ഒരു കിടിലൻ ഫോൺ ആവാൻ സാധ്യതയുണ്ട്. വെയിറ്റ് ഫോർ ദാറ്റ്. അടുത്ത നമ്മുടെ മോട്ടോളയിൽ നിന്നുള്ള ഒരു ഫോണാണ് മോട്ടോള എഡ്ജ് 60 ഫ്യൂഷൻ. സോ നിങ്ങൾക്കറിയാം മോട്ടോള എഡ്ജ് 50 സീരീസിലുള്ള ഫോണുകളാണ് നല്ല അടിപൊളി വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഫോണുകളായിരുന്നു. അതിന്റെ പുതിയ വേർഷനാണ് എഡ്ജ് 60 ഫ്യൂഷനിൽ നിന്നാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി വരുന്ന മാസങ്ങളിലായിട്ട് നമുക്ക് മോട്ടോളയുടെ എഡ്ജ് 60 പ്രോയും അൾട്രയൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഈ എഡ്ജ് 60 ഫ്യൂഷന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. 6.67 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് OLED 120 Hz ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഡയമൻസിറ്റിയുടെ 7400 എന്ന ചിപ്സെറ്റ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ 8GB 128GB ആൻഡ് 12GB 256GB ആണ് വരാൻ പോകുന്ന രണ്ട് വേരിയൻസ്. 50 മെഗാപിക്സലിന്റെ ഒരു മെയിൻ ക്യാമറയും 30 മെഗാപിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. കൂടാതെ 5500 mAh ബാറ്ററിയും 68 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് ഏതാണ്ട് ഏപ്രിൽ പകുതിയോടെ ആയിരിക്കും. സോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. നല്ല കിടിലം ഫോൺ ആയിരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തായിട്ടും വളരെയധികം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഫോണാണ് പോക്കോയുടെ F7 സീരീസ്. അതിൽ യൂസ് ചെയ്യാൻ പോകുന്ന ചിപ്സെറ്റ് സ്നാപ്ഡ്രാഗൺ തന്നെയാണ്. എക്സ് സീരീസിലാണെന്നുണ്ടെങ്കിൽ ഡയമൻസിറ്റി ആയിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നത്. പോക്കോയുടെ F7 മാത്രമല്ല F7 അൾട്ര ഇറങ്ങുന്നുണ്ട്. രണ്ടിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം പോക്കോ F7. സോ പോക്കോ X7 വരാൻ പോകുന്നത് 6.67 ഇഞ്ചിന്റെ Quad HD പ്ലസ് AMOLED 120 Hz ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ കൊടുക്കാൻ പോകുന്നത്. കൂടാതെ സ്നാപ്ഡ്രാഗന്റെ 8 Gen 3 ആയിരിക്കും ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്ന ചിപ്സെറ്റ്. 50 മെഗാപിക്സലിന്റെ ഒരു മെയിൻ ക്യാമറയും 12 മെഗാപിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും 5 മെഗാപിക്സലിന്റെ ഒരു മാക്രോ ക്യാമറയാണ് ഇതിൽ കൊടുക്കാൻ സാധ്യതയുള്ളത്. കൂടാതെ 6500 mAh ബാറ്ററിയും 90 വാട്ട് ചാർജറുമാണ് ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ പ്രൈസ് അറൌണ്ട് 30,000 ആയിരിക്കും. സോ 8 Gen 3 ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ചിപ്സെറ്റ്. നല്ല കിടിലൻ വാല്യൂ ഫോർ മണിയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മികച്ച പെർഫോമൻസ് ഉള്ള ഒരു ഫോൺ തന്നെയായിരിക്കും ഈ പോക്കോയുടെ F7. അടുത്ത അവരുടെ തന്നെ മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് കൂടി നമുക്കൊന്ന് നോക്കാം. പോക്കോ F7 Ultra 6.78 ഇഞ്ചിന്റെ ഒരു Quad HD പ്ലസ് LTPO AMOLED 144 Hz ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ കൊടുക്കാൻ പോകുന്നത്. കൂടാതെ യൂസ് ചെയ്യാൻ പോകുന്ന ചിപ്സെറ്റ് 8 Elite ആയിരിക്കും. 50 മെഗാപിക്സലിന്റെ ഒരു മെയിൻ ക്യാമറയും 50 മെഗാപിക്സലിന്റെ ടെലിഫോട്ടോ ക്യാമറയും 32 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ആയിരിക്കും ഇതിൽ വരാൻ സാധ്യതയുള്ളത്. കൂടാതെ 5300 mAh ബാറ്ററിയും ഒരു 120 വാട്ട് ഫാസ്റ്റ് ചാർജറുമാണ് ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് അറൌണ്ട് 50,000 to 60,000 ഇടയിലായിരിക്കും ഈ ഫോണിന്റെ പ്രൈസിങ് വരാൻ പോകുന്നത്. ഇപ്പോഴത്തെ ഫോണുകളൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ബാറ്ററി കപ്പാസിറ്റി എല്ലാ ഫോണുകളും അത്യാവശ്യം നന്നായിട്ട് കൂട്ടുന്നുണ്ട്. ഇപ്പൊ മിനിമം ഒരു 5500 mAh ബാറ്ററിയാണ് ഓൾമോസ്റ്റ് എല്ലാ ഫോണിലും വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ്ങുമാണ് എല്ലാവരും കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ പറയുമ്പോഴും ഇതിലൊക്കെ ഒരു മാറ്റം വരുത്തിക്കൊണ്ടാണ് അടുത്ത സാംസങ്ങിന്റെ S25 എഡ്ജ് എന്നൊരു ഫോൺ ഇറങ്ങാൻ പോകുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. സാംസങ് S25 എഡ്ജ് 6.7 ഇഞ്ച് വരുന്ന ഒരു Quad HD പ്ലസ് AMOLED 120 Hz ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുക്കാൻ പോകുന്നത്. സ്നാപ്ഡ്രാഗന്റെ 8 Elite ആയിരിക്കും ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്ന ചിപ്സെറ്റ്. 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയും 12 മെഗാപിക്സലിന്റെ ടെലിഫോട്ടോ ക്യാമറ ആയിരിക്കും ഇതിൽ വരാൻ പോകുന്നത്. കൂടാതെ 4000 mAh ബാറ്ററിയും 45 വാട്ട് ഫാസ്റ്റ് ചാർജിംഗുമാണ് ഇതിൽ കൊടുക്കാൻ പോകുന്നത്.
ഇത് നോർമലി വരാൻ സാധ്യതയുള്ളത് ഈ മിഡ് ഏപ്രിലായിരിക്കും. ഇതിന്റെ പ്രൈസ് നിങ്ങൾ നോക്കുവാണെങ്കിൽ അറൌണ്ട് 1 lakhന്റെ അടുത്ത് വരാൻ സാധ്യതയുണ്ട്. ഇത് മാത്രമാണ് ഏപ്രിൽ മാസത്തിൽ സാംസങ്ങിൽ നിന്ന് വരാൻ പോകുന്ന ഒരു ഫോൺ. അടുത്തായിട്ട് നമ്മളെ റിയൽമിയിൽ നിന്നാണ് ഒരു ഫോൺ വരാൻ പോകുന്നത്, റിയൽമി 14. 6.67 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് AMOLED 120 Hz ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുക്കാൻ പോകുന്നത്. കൂടാതെ സ്നാപ്ഡ്രാഗന്റെ 6 Gen 4 ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ചിപ്സെറ്റ്. 6GB 128GB 8GB 128GB ആണ് ഇതിന്റെ സ്റ്റോറേജ് വേരിയൻസ് വരുന്നത്. കൂടാതെ 50+2 മെഗാപിക്സലിന്റെ 2 ക്യാമറയും 6000 mAh ബാറ്ററിയും 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജുമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതും അണ്ടർ 50,000 താഴെയാണ് വരാൻ സാധ്യതയുള്ളത്. ഇത് ഏതാണ്ട് വരാൻ പോകുന്നത് ഏപ്രിൽ പകുതിയോടെ ആയിരിക്കും. വിവോയുടെ V50e എന്നൊരു ഫോൺ ലോഞ്ച് ആകാൻ പോവുകയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ വിവോയുടെ V സീരീസ് എല്ലാം തന്നെ സെസിന്റെ ക്യാമറ കൊളാബറേഷനിലാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കിടിലൻ ക്യാമറ പെർഫോമൻസ് ഈ ഫോണിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആ ഫോണിന്റെ ഡീറ്റെയിൽസ് കൂടി വന്നിട്ടുണ്ട്, അതും കൂടി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. വിവോ V50e 6.58 ഇഞ്ചിന്റെ ഒരു ഫുൾ HD പ്ലസ് AMOLED 120 Hz ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുക്കാൻ പോകുന്നത്. കൂടാതെ മീഡിയടെക്കിന്റെ ഡയമൻസിറ്റി 7300 ആയിരിക്കും യൂസ് ചെയ്യാൻ പോകുന്ന ചിപ്സെറ്റ്. 8GB 128GB ആൻഡ് 8GB 256GB ആയിരിക്കും ഇതിൽ വരുന്ന 2 സ്റ്റോറേജ് ടൈപ്പ്. ഇതിൽ വരുന്ന ക്യാമറകൾ 50 മെഗാപിക്സലിന്റെ ഒരു മെയിൻ ക്യാമറയും 8 മെഗാപിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും ആയിരിക്കും. 6000 mAh ബാറ്ററിയും 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജും ആയിരിക്കും ഇത് വരാൻ പോകുന്നത്. ഓൾമോസ്റ്റ് ഈ ഫോണും വരാൻ സാധ്യതയുള്ളത് ഏപ്രിൽ പകുതിയോടെ ആയിരിക്കും. സോ വെയിറ്റ് ഫോർ ദാറ്റ്. പിന്നെ ഗൈസ്, വിവോയുടെ മറ്റൊരു ഫോൺ നിങ്ങൾക്ക് അറിയാം, വിവോ X200 എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടാവുന്ന വെച്ച് ഏറ്റവും മികച്ച ഫോട്ടോ ക്വാളിറ്റി തരാൻ പറ്റുന്ന ഒരു ഫോണാണ് വിവോയുടെ X200. അതിൻ്റെ ഒരു മിനി വേർഷൻ ഇറങ്ങുന്നുണ്ട്, വിവോ X200 മിനി എന്നാണ് പേര്. പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാത്തതിൻ്റെ കാരണം അത് നമ്മുടെ ഇന്ത്യയിലേക്ക് ഇല്ല എന്നാണ് കേട്ടിട്ടുള്ളത്. ചൈനയിൽ മാത്രമേ ലോഞ്ച് ആവുന്നുള്ളൂ, ചൈനക്കാർക്ക് മാത്രം മതി എന്നാണ് വിവോയുടെ തീരുമാനം. സോ അതിൻ്റെ ഡീറ്റെയിൽസ് അതുകൊണ്ട് ഷെയർ ആകുന്നില്ല. നല്ല കിടിലം ഫോണായിരുന്നു കേട്ടോ. ഇവിടെ ഇറങ്ങുകയാണെങ്കിൽ കോമ്പാക്ട് ഡിസൈനിലും എന്നാൽ ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസും തരുന്ന നല്ലൊരു ഫോണായിരുന്നു. ഓൾമോസ്റ്റ് വരുവാണെങ്കിൽ അതിൻ്റെ റേറ്റ് ഏകദേശം 60 റേഞ്ചിലായിരിക്കും വരാൻ പോകുന്നത്. സോ അടിപൊളി വാല്യൂ ഫോർ മണി ആയിട്ടുള്ള നല്ല മികച്ച ക്യാമറ ക്ലാരിറ്റി തരുന്ന ഒരു ഫോണായിരുന്നു. എന്നാൽ നമുക്ക് നഷ്ടമായി, അത് ചൈനയിൽ മാത്രമേ ലോഞ്ച് ആക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യാത്തത്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുള്ളൂ. ഈ പറഞ്ഞ ന്യൂസിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുന്നതാണ്. ഇനി പുതിയ പുതിയ ന്യൂസുകൾ കിട്ടുമ്പോൾ നമ്മൾ ആ സ്പോട്ടിൽ നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അതൊന്നും മിസ്സാകാതിരിക്കാൻ നമ്മുടെ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.